ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുക്കിങ്ങും അതിൻ്റെ കൂടെ നമ്മുടെ ഒരു നോർമൽ ഡേ എങ്ങനെയാണോ അതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഇഡ്ഡലി അത്ര ഇഷ്ടമില്ല. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ദോശയും കൂടി ആ മാവ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഒരു മാവ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ദോശ ഇഡ്ഡലിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ രാവിലത്തെ ചായയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പിലാണ്, സാധാ വിറകടുപ്പിലാണ് കേട്ടോ ഞാൻ ചോറ് വെക്കാറുള്ളത്. അപ്പോൾ ചോറിൻ്റെ വെള്ളം അവിടെ തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനുള്ള ബീഫ് ചില്ലി റെഡിയാക്കി എടുക്കാം. ഇത് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അത് കൈവച്ചിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ചില്ലിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ബീഫ് ചില്ലി ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാശ്മീർ ചില്ലിയും കോൺഫ്ലോറും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് കൂടെ തന്നെ അവർക്കൊന്ന് കൊടുത്തേക്കുന്നത് ബീട്രൂട്ട് തോരനാണ്. കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളകും തേങ്ങയും ചതച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അങ്ങനെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കുള്ള ബീട്രൂട്ട് തോരനും ബീഫ് ചില്ലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവർ സ്കൂളിലേക്കും പോയി കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടും ഒന്ന് അടിച്ച് വാരിയിട്ടു കേട്ടോ. പിന്നെ അടുക്കളയിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തുടക്കാറുള്ളത്. ഇതെൻ്റെ അടുക്കളയുടെ ഭാഗത്തുള്ള മുറ്റാണ്. അവിടെ ഒരു പപ്പായ, അമരിക്ക, പച്ചമുളക്, ചെറിയൊരു പ്ലാവ്, വാഴ, ഈ വക ഐറ്റംസൊക്കെ ഉണ്ട്. ഞാൻ പുറത്തുനിന്ന് ഡ്രസ്സൊക്കെ കഴുകാറുള്ളത് ഇവിടെയാണ് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ കാണാനുണ്ട്. പക്ഷേ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ മഴ തുടങ്ങും. അതിനു മുമ്പ് ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയിടണം. എനിക്കൊന്ന് പല്ലൊന്ന് ഡോക്ടറെ കാണിക്കാനായിട്ട് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് പെട്ടെന്ന് തന്നെ ഒന്ന് പണിയൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് അതിനായിട്ട് പോകണം. ഇതിൻ്റെ അമരിക്കൻ്റെ വള്ളിയാണ്. ഇതിൽ നമ്മൾ ഇല എടുക്കാറുള്ളത്. ഇതിൽ ഇതുവരെയായിട്ടും അമരിക്ക ഉണ്ടായി തുടങ്ങിയിട്ടില്ല. പിന്നെ ഇത് പച്ചമുളകാണ്. ഇതിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിലുള്ള പച്ചമുളകെല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. ഇതുപോലെ ഒരു 4-5 പച്ചമുളകിൻ്റെ തൈ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിലുള്ള പച്ചമുളകെല്ലാം അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ സപ്പോട്ടയുടെ മുകളിലാണ് ഈ കുമ്പളം ഉണ്ടായിരിക്കുന്നത്. ഒരു 10-15ഓളം കുമ്പളം ഇതിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മുകളിലേക്ക് കയറിയത് കൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം നല്ല കുമ്പളങ്ങ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളെ വീട്ടിലെ ചെറിയ കുട്ടികളാണ്. ഇവർ 3 ആളുണ്ട് കേട്ടോ. ഒരാൾ ഫുൾ ബ്ലാക്കും അതിൽ കുറച്ച് വൈറ്റും, ഒരാൾ ഫുൾ വൈറ്റും അതുമേൽ കുറച്ച് ബ്ലാക്കും, മറ്റേ ആൾ ബ്ലാക്കും വൈറ്റ് മിക്സഡാണ്, പകുതി ആയിട്ടാണ്. എനിക്ക് ഇവരെങ്ങനെ കളിപ്പിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ലഞ്ചിനുള്ള പരിപാടി തുടങ്ങാം. ഇന്ന് ചക്കക്കൂട്ടാനാണ് കേട്ടോ.
ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ചക്കക്കൂട്ടാനാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ളൊരു ചക്കക്കൂട്ടാനാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. റെസിപ്പി അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇതിലും കൂടി പറഞ്ഞ് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഇതിൽ കൂടെ തന്നെ നമുക്ക് നല്ല മത്തിക്കറി ഉണ്ട്. കുടംപുളി ഇട്ട് വെച്ച് നല്ല തേങ്ങ അരച്ച മത്തിക്കറിയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മത്തി പൊരിച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മത്തിയുടെ ഉള്ളിലെല്ലാം നല്ല പനഞ്ഞീനുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ളതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കക്കൂട്ടാൻ, മത്തി പൊരിച്ചത്, മത്തിക്കറി, ബാക്കി മത്തി അവിടെ പൊരിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് രാവിലെ ഉണ്ടാക്കിയ ബീട്രൂട്ട് തോരൻ്റെ ബാക്കിയുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പല്ല് ഡോക്ടറെ കാണിക്കാനായിട്ട് പോവാൻ. ഇവിടെയാണ് നമ്മൾ പല്ല് കാണിക്കാറുള്ളത്. ഇത് മലപ്പുറം ചട്ടിപ്പറമ്പുള്ളൊരു ഡെൻ്റൽ മെഡിക്കൽ കോളേജാണ്. ഇതൊരു എഡ്യൂക്കെയർ ഡെൻ്റൽ ഹോസ്പിറ്റലും കൂടിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കുട്ടികൾ BDSും MDSും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ചെറുതായിട്ടൊന്നും എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഉള്ളിലൊക്കെ ഒരുപാട് പേരുള്ളതുകൊണ്ട് അവരുടെ പ്രൈവസി മാനിച്ചിട്ട് ഞാൻ അകത്തൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. പുറത്തുനിന്ന് ചെറിയൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മഴക്കാലത്ത് കുടംപുളി എങ്ങനെ ഉണക്കിയെടുക്കാമെന്ന് നോക്കാം. മഴക്കാലമാകുമ്പോൾ നമുക്കൊരിക്കലും വെയിൽ പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ കുടംപുളിയെല്ലാം ചീഞ്ഞു പോകും. അതിന് മുമ്പായിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊന്ന് വാർത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. എന്നിട്ടൊരു സൂചിയിലോ എന്തിലെങ്കിലും ഒന്ന് കോർത്ത് നൂലിലോ അല്ലെങ്കിൽ കയറിലോ ഇതുപോലെ ഒന്ന് മുല്ലപ്പൂവൊക്കെ നമ്മൾ കോർത്തെടുക്കില്ലേ, അതുപോലെ ഒന്ന് കോർത്തെടുക്കാം കേട്ടോ. കുടംപുളിയെല്ലാം അതുപോലെ ഒന്ന് കോർത്തെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ വിറകടുപ്പിന് മുകളിൽ ചൂട് തട്ടുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുടംപുളി ഒന്ന് ഉണങ്ങി കിട്ടും. ഇതിവിടെ കോർത്തെടുക്കുന്ന ഒരു സമയം ഞാൻ നിങ്ങൾക്ക് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരാളെ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കാണിച്ചു തരാം. എൻ്റെ അയൽവാസിയും എൻ്റെ നല്ലൊരു സുഹൃത്തും അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ടറും എൻ്റെ വീഡിയോസ് എല്ലാം കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരാളുണ്ട്. ആളിവിടെ മാങ്ങാത്തരയുടെ റെസിപ്പി കണ്ടതിന് ശേഷം ആൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മാങ്ങാത്തര ഉണ്ടാക്കിയിട്ട് വെക്കും കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പി മറ്റൊരാൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ അധികം ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ കുടംപുളി മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വിറകടുപ്പിൻ്റെ മേലെ അങ്ങനെ ഹാങ് ചെയ്തിടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം ഉമ്മാൻ്റെ സ്പെഷ്യലായിരുന്നു. ഉമ്മ നല്ല അടിപൊളി കുക്കാണ് കേട്ടോ. ഉമ്മ ഇന്ന് നല്ല കലത്തപ്പം ഉണ്ടാക്കിയിരുന്നു. കലത്തപ്പും കുഴിയപ്പും നെയ്യപ്പും എന്തുണ്ടാക്കിയാലും ഭയങ്കര സൂപ്പറായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. നല്ല സോഫ്റ്റാണ്, നല്ല ആരൊക്കെ എടുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വൈകുന്നേരം നല്ല മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടത്. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ വൈകുന്നേരം കുട്ടികളെയും കൊണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള കോട്ടക്കുന്ന് അമ്യൂസ്മെൻറ്റ് പാർക്കിലൊന്ന് പോയിരുന്നു. വൈകുന്നേരങ്ങളിൽ രാത്രിയൊക്കെ ഇവിടെ ഒത്തിരി പേരുണ്ടാവും. ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും അതുപോലെ തന്നെ കപ്പിൾസൊക്കെ ആയിട്ടും ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എല്ലായിടത്തും അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. ഞാൻ ആരുമില്ലാത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോട്ടക്കുന്ന് നമുക്ക് തൊട്ടടുത്ത് വരുന്നൊരു പാർക്കാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ പോയിരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനായാലും ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ. വെറുതെ അങ്ങനെ ഇരുന്നു. ഇപ്പോൾ നല്ലൊരു അടിപൊളി മഴയൊക്കെ കഴിഞ്ഞിരിക്കുക. ഇനിയും നല്ല മഴക്കാറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി.
ഇപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിലൊക്കെ ഒത്തിരി പൂവുണ്ടായിരുന്നു, പക്ഷെ മഴ ആയതുകൊണ്ട് എല്ലാം ചീഞ്ഞു പോയിട്ടോ. ഇനി 2 അതിൽ വിരിയാനായിട്ടുണ്ട്. ഇത് നമ്മൾ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഞാൻ പാർക്കിലൊക്കെ പോയി വന്നതിന് ശേഷം നേരെ ടോർച്ച് എടുത്ത് പോയത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവ് വിരിഞ്ഞിട്ടുണ്ടോ നോക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി മഴയൊക്കെ പെയ്താൽ പിന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ടോർച്ച് എടുത്തൊന്ന് വന്ന് നോക്കിയതാണ്. രാവിലെ ആകുമ്പോഴേക്കും ഇത് വാടിയ പോലെ ആയിട്ടുണ്ടാവും. കാരണം ഇത് വെള്ള പൂവായതുകൊണ്ട് രാത്രിയാണല്ലോ വിരിയുക. രാവിലെ ആകുമ്പോഴേക്കും അത് വാടിയ പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ രാത്രിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവ് വിരിഞ്ഞിരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് എഴുതാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഈ ഒരു പൂവ് രാവിലെ എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തന്നാൽ ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.